ഒരു സിനിമയിലേക്ക് നമ്മളൊരു ചെറിയ കാര്യങ്ങൾ സ്വപ്നം കണ്ട് തിങ്ക് ബിഗ് എന്നാണല്ലോ, നമുക്ക് വലിയ കാര്യങ്ങൾ തന്നെ സ്വപ്നം കാണണം. ഒരു മാനിഫെസ്റ്റേഷനാണ് ജീവിതത്തിൽ, ഇത് നടപ്പാക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു ചെറിയ സിനിമയിലൂടെ വന്ന് നമ്മൾ വലിയൊരു പിന്നെ സ്ക്രീനിലേക്ക് ഒരു പിന്നെ ഇത് എത്തിക്കുന്നു. അപ്പോൾ അത് നമ്മളിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം, ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ മൊബൈൽ കൊണ്ടും ക്യാനൻ്റെ അല്ലെങ്കിൽ SLR ക്യാമറകൾ കൊണ്ടൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഈ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അവരുടെ കഴിവുണ്ടാവും. പക്ഷേ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അപജയമാണത്. അതായത് നമ്മൾ ചെയ്യുന്ന ഫിലിമിൽ നമ്മൾ ആ കാസ്റ്റിങ്ങിൻ്റെയോ കഥയുടെ പ്രാതിനിധ്യം ചെയ്ത് നമ്മൾ എന്തെങ്കിലും സമൂഹത്തിൽ നമ്മളൊരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന രീതിയിൽ അവരൊരു കഥയുണ്ടാക്കുന്നു അല്ലെങ്കിൽ ആരെയൊക്കെയോ വിളിച്ച് അഭിനയിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സിനിമയുടെ ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന കോംപ്രമൈസിന് തയ്യാറാവുന്നു. എൻ്റെ സുഹൃത്തല്ലേ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫല്ലേ അവരഭിനയിക്കട്ടെ, അതല്ല കലയുടെ പിന്നെ മേഖലയിൽ അത്തരത്തിലുള്ള കോംപ്രമൈസുകൾ ചെയ്യില്ല എന്ന് എനിക്ക് ജിജേഷിൻ്റെ ഇതിൽ മനസ്സിലായി. കാരണം നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടെന്നുള്ളത് വളരെ കൃത്യം മനസ്സിലായി. അത് വളരെ വളരെ അഭിമാനകരമായ ഒന്നാണ്. അപ്പോൾ അങ്ങനെ സിനിമ ഉണ്ടാവുന്നു. ആ സിനിമ തിയേറ്ററിൽ വന്നു, നിങ്ങൾ പ്രൊഡക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു, അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിയേറ്ററിൽ വന്നു കഴിഞ്ഞുള്ള ഒരു കാര്യം കൂടി തിയേറ്ററിൽ നമ്മളിവിടെ പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ആ ഒരു ഈ പ്രവാസ ലോകത്ത് ഞങ്ങളിപ്പോഴും അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ UAE ഇതുപോലെ പ്രവാസികളെ മാത്രം വെച്ചുകൊണ്ട് ചെയ്ത ഒരു സിനിമ ഇതുവരെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആരും എത്തിച്ചിട്ടില്ല. ഇത് ഫസ്റ്റാണ്. അതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. ആരും ചെയ്തിട്ടില്ല ഇതുവരെ. മറ്റേത് ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നുള്ള സിനിമകളൊക്കെയാണ് ഇവിടെയുള്ള ആളുകളുണ്ടെങ്കിലും ഇവിടെ 100% നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളൊരു സിനിമ കൊച്ചു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ ജിജീഷ് ഈ ഫീൽഡിൽ പുതിയതാണ്, അല്ലെങ്കിൽ കലേഷ് ഇതിൻ്റെ യൂണിറ്റ് ക്യാമറമാൻ പുതിയതാണൊക്കെ നമ്മളൊരു OTTയെ സമീപിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്താണ്? നമ്മളെ സ്വാഗതം ചെയ്യാറുണ്ടോ അതോ നമ്മളെ നിരുത്സാഹപ്പെടുത്താറുണ്ടോ? അതിനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? അത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ക്വസ്റ്റ്യനാണ്. എന്നോട് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ആക്ച്വലി. നമ്മൾ അത്ര എളുപ്പമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ അവർ ഇങ്ങനെയുള്ള സിനിമകൾക്കൊന്നും വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. ഓൾറെഡി താരമൂല്യമുള്ള ആളുകൾ ഒരുപാട് പേര് അവരുടെ സിനിമകൾ തന്നെ എടുത്തിട്ട് പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വെള്ളിത്തിരയിൽ എത്തിക്കാൻ പറ്റാതെ ഒരുപാട് പെട്ടിയിൽ വിരിക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട് ആക്ച്വലി ഇതേപോലെ. അപ്പം അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്നുമല്ലാത്തൊരിടത്തു നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് സമീപിക്കാൻ ചെന്നപ്പോഴത്തേക്കും എന്നെ കൈപിടിച്ച് സഹായിച്ചവരുണ്ട്, പിന്നിൽ നിന്ന് കുത്തിയവരുണ്ട്, രണ്ടുമുണ്ട്. അപ്പം ഒരുപാട് എന്താ പറയുക, ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ അതിലൊരു 10 പേരാണ് സഹായിച്ചിട്ടുള്ളത്, ബാക്കി എല്ലാവരും സഹായിച്ചിട്ടില്ല. ബാക്കിയുള്ളൊരു വേറെ രീതിയിലായിരുന്നു എന്താ പറയുക നമ്മൾ സമയം ഉപയോഗിച്ചിരുന്നത്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തുന്നതിൻ്റെ പ്രൊസീജിയർ ഒന്നും അറിയത്തില്ല. സീറോ നോളജാണ്. എങ്ങനെയാണ് വാട്ട് ഈസ് ലാസ്റ്റ് ഒരു ഐഡിയ ഇല്ല. പഠിക്കുക ചെയ്തത് 1 by 1. ഓക്കെ, ഞാൻ ട്രയൽ ആൻഡ് എറർ പോലെയായിരുന്നു. ഓക്കെ, ഞാൻ ഇന്ന അടുത്ത് ചെന്നു, അവിടെ ഇത് വേണം, എന്താ പറയുക, ആദ്യം ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണം, ആ കമ്പനി രജിസ്റ്റർ ചെയ്യണം, GST രജിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് നാട്ടിലെ പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറുകൾ പഠിച്ചു. പിന്നെ അതിനുശേഷം അവിടെ എന്താ പറയുക ചേംബറുകളിലൊക്കെ ചേംബറിൽ എങ്ങനെയാണ് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കേണ്ടത്, മെമ്പർഷിപ്പ് വേണം. പിന്നെ നമ്മുടെ ചില ആളുകളൊക്കെ പറഞ്ഞത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം, ചിലർ പറഞ്ഞത് വേണ്ട. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെൻസർ ബോർഡിനോട് നേരിട്ട് പോയി കണ്ട് സംസാരിക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ടായി. വേണ്ടി വന്നു. അത് വേണ്ടി വന്നില്ല, കാരണം OTTക്ക് വേണ്ട. അപ്പോൾ ഈ OTT ഫിലിം നമ്മൾ മേക്ക് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഈ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ എന്തെങ്കിലും മെമ്പർ ആവണോ എന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിൻ്റെ മെമ്പർഷിപ്പിന് അതിനെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റേഴ്സ് അസോസിയേഷൻ, അങ്ങനെ കുറേ അതിന് മെമ്പർഷിപ്പുകളൊക്കെ എടുത്തു. ഇതിനൊക്കെ എന്തെങ്കിലും ചിലവുണ്ടോ? ഇങ്ങനെയൊക്കെ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നതിനും ചിലവുണ്ട്. ഇതിനൊക്കെ ഫീസും ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. അത് ഫീസാണോ സാധാരണക്കാരനെ സമയത്തോളം ഇച്ചിരി പാടാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സാധാരണക്കാരൻ എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആരിൽ ത്രൂ ആണോ പോകുന്നത്. ഈ OTTയിൽ നമ്മൾക്ക് എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്? സിനിമ OTTയിൽ ആളുകൾ കാണുന്നു. നമ്മൾ പിന്നെ രണ്ടാമത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഒരു ഇനിഷ്യൽ ക്രൈറ്റീരിയയാണ് OTTക്കാർ ചോദിക്കുന്നത്. അതിലൊരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫേസസ് എന്ന് പറയും. അതായത് താരമൂല്യമുള്ള ഒരു മുഖം നിങ്ങൾ അതിനകത്ത് വേണമല്ലോ. അത് വിറ്റ് പോകണ്ടേ, അല്ലാതെ വിറ്റ് പോകത്തില്ല.
പിന്നെ അപ്പോൾ അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എനിക്കുണ്ടായിരുന്ന ചലഞ്ച് എന്ന് പറയുന്നത്, അപ്പാർട്ട് ഫ്രം ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ഡോക്യുമെന്റേഷൻസ്. അപ്പം ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് OTT സമീപിച്ചായിരുന്നു. കുറേ പേര് പോയി പിച്ച് ചെയ്തു, കുറേ സ്ഥലങ്ങളിൽ പോയി സംസാരിച്ചു, അവരെ അപ്പോയിൻമെന്റ് എടുത്തു, കണ്ടു. അങ്ങനെ എന്താ പറയുക ആണ് മനോരമ മാക്സിൽ എത്തിയത്. മനോരമ മാക്സ് ആണ്. അതെ, ഇപ്പൊ മനോരമ മാക്സിലാണ് ഇപ്പോൾ റെപ്യൂട്ടഡ് OTT പ്ലാറ്റ്ഫോം തന്നെയാണ്. മലയാള സിനിമയിലെ നമ്പർ 1 എന്ന് വേണേൽ പറയാം. കാരണം മലയാള സിനിമയുടേതായ വേറെ OTT ഇല്ല ഇത്രയും ലിസ്റ്റ് ആയിട്ടുള്ള. എനിക്കൊന്ന് ഒരു 5 ലക്ഷം 6 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് തന്നെ ഉണ്ട് ആക്ച്വലി, ഡയറക്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആക്ച്വലി. നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഇവിടെ UAE അത്ര അധികം എന്താ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആമസോണും മറ്റേ ഇതൊക്കെയാണല്ലോ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണല്ലോ. പക്ഷേ നാട്ടിൽ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി. അപ്പം ഞാൻ പിന്നെ ഇവരെ സമീപിച്ചു, വേറെ ഒരു OTT സമീപിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ 2 OTT എടുത്തു. വേറെ ഒരു OTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെയുള്ള ഇൻഡി ഫിലിം മേക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു OTT ആണ്. അതിൽ നമുക്ക് എന്താ പറയുക, കുഴപ്പമില്ലാതെ അത്യാവശ്യം ഒരു നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ അവർ എടുക്കും. അവിടെ ഞാൻ സബ്മിറ്റ് ചെയ്തു. മൂവീസ് എന്നാണ് അതിൻ്റെ പേര്. അതിലും ഉണ്ട്, ഇപ്പോഴും അതിലും കിടപ്പുണ്ട്. അപ്പോൾ നോൺ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് നമ്മുടെ കോൺട്രാക്ട് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ OTT നിന്ന് നമുക്ക് വരുമാനം എങ്ങനെ വരുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അത് 3 രീതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചില OTT നമ്മുടെ കണ്ടന്റിന്റെ വ്യൂവേഴ്സ് അനുസരിച്ച് അതിന്റെ ആഡ് അനുസരിച്ച് നമുക്ക് കാശ് തരുന്ന, ആഡ് കാണുന്നതനുസരിച്ച്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ താരമൂല്യമുള്ള രീതിയാണ്. അത് ഒറ്റടി ഒരു എമൗണ്ട് വന്ന് നമ്മുടെ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. പിന്നെ മൂന്നാമത്തെ രീതി പറഞ്ഞാൽ നമ്മൾ എത്ര പേര് കാണുന്നു, എത്ര സമയം നമ്മുടെ സിനിമ വഴി അവരുടെ OTT ആളുകൾ സ്പെൻഡ് ചെയ്യുന്നു, ആ അവേഴ്സിന്റെ വ്യൂവേഴ്സ്, അതെ അതിനാണ് നമുക്ക് കാശ് തരുന്നത്. അപ്പോൾ ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കണ്ടന്റ് അനുസരിച്ച് അവർ നമ്മൾക്ക് ഓഫർ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ കോൺട്രാക്ട് ഒരു വരുമാനം കിട്ടി തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ അതിന്റെ ചെലവുകളും ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ? അത് എത്തുമെന്ന് വിശ്വസിക്കുന്നു. അത് എന്താ പറയുക, ഇപ്പൊ ഞങ്ങളിപ്പോൾ ഇറങ്ങിയ 2ാമത്തെ ആഴ്ചയാണത്. 2ാമത്തെ ആഴ്ചയിൽ ഇപ്പോൾ 10,000 വ്യൂവേഴ്സ് ആയി കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. ഏതായാലും ആദ്യത്തെ ഫിലിം മനോരമ മാക്സ് പോലുള്ള വലിയ OTT പ്ലാറ്റ്ഫോമിൽ വന്നു. അത് സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നതിന് സന്തോഷം. വേറെ എന്തൊക്കെയാണ് വിശേഷം? കുടുംബം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ നാട്ടിൽ പോയിരിക്കണം, കുറച്ച് എന്താ പറയുക പേഴ്സണൽ കാര്യങ്ങളൊക്കെ. എനിക്കൊരു മോനുണ്ട്. ആ മോനും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി. അവനാണ് ഇതിൻ്റെ ഇൻട്രോ സീൻ തന്നെ അവനാണ് അഭിനയിച്ചിരുന്നത്. ഈ ഫിലിം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫുമായിട്ടും കുറച്ച് പിന്നെ എന്താ പിക്സ് ഒക്കെ ഉണ്ടല്ലേ? സൈബർ ക്രൈമും അങ്ങനെ ആഹ്ലാദത്തിൽ എന്തെങ്കിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അറിവുകളും ഇല്ല, ഇതിനകത്തൊന്നും ചില. പക്ഷേ എന്റെ ബുക്കുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് ശരിക്കും ആഹ്ലാദം എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ കഥ എന്താ? ശരി, ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. സൈക്കോ ത്രില്ലർ മൂവി. അപ്പോൾ ആളുകൾ കാണുക. ഞങ്ങൾ ഇതിന് പോഡ്കാസ്റ്റ് എന്തായാലും ചെല്ലുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതിന്റെ അടിയിൽ എൻ്റെ ലിങ്ക് കൂടി ഇടാം. ആഹ്ലാദത്തിന്റെ നമ്മുടെ ഗസ്റ്റാണ് താങ്കൾ. ആ സിനിമ എല്ലാവരും ഒന്ന് കാണുക. കാരണം നമ്മുടെ ഇടയിലെ ഒരു പ്രവാസി ഷോർട്ട് ഫിലിമുകളിലൂടെ വന്ന് തൻ്റെ പാഷൻ നിരന്തരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് അതൊരു സിനിമയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ പറഞ്ഞല്ലോ, എത്രയെത്ര കടമ്പകൾ കഴിഞ്ഞു. പിന്നെ സെൻസർ ബോർഡിനെ സമീപിക്കുന്നു, ഫിലിം ചേംബറിനെ സമീപിക്കുന്നു, OTT പ്ലാറ്റ്ഫോം, ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിൽ തന്നെ സിനിമ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ജിജീഷേ നമ്മുടെ ഇടയിൽ നിരവധി ആളുകൾ, ഒരുപാട് കലാകാരന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ ഉദ്ദേശം. ഞാൻ ഈ പറഞ്ഞ എൻ്റെ പ്രവാസ ജീവിതത്തിനിടയിൽ കണ്ടതും കേട്ടതുമായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് കുറച്ച് നേരം സംസാരിക്കുക, അവരെ നമ്മുടെ പുതിയതായിട്ടുള്ള തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇപ്പം തന്നെ ജിജീഷിനെ കാണുന്നവർ, ജിജീഷിനെ ഒരു സൗഹൃദ വലയം ഉണ്ടെങ്കിലും ഈ ഇൻ്റർവ്യൂ കാണുന്നവർ, ഈ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, പോഡ്കാസ്റ്റ് കാണുന്നവർ വിചാരിക്കുന്ന എന്താ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ, എന്തുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ താങ്കളെ തേടി വരില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പം അത് സന്തോഷം. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ പറയും. വേറെ ഇപ്പൊ ഞാൻ മെയിനായിട്ട് ഈ ഒരു സിനിമ ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കും, ഇവിടെയുള്ള ഇവർ വിചാരിച്ച സാധിക്കും, ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത് സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ബഡ്ജറ്റ് വരികയാണെങ്കിൽ ഇതിലും മനോഹരമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾക്കുണ്ട്. ഇപ്പോൾ കൂടെ കഴിവുള്ളവരാണ്. അവർക്ക് ഈ എന്താ പറയുക, അവരുടെ സമയം ഉപയോഗിച്ച് ഇവിടുത്തെ രീതികൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല മനോഹരമായി കുറച്ച് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുക എന്നതാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ കഴിയുമെന്നും അതിന്റെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും നമ്മൾ ഗ്യാരണ്ടീഡ് ആണ് എന്ന്. അതൊരു വലിയ പോയിന്റ് ആണ്. ഒരാള് ഒരു പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാളാണ് പറയുന്നത്. കാരണം
പ്രൂവൺ ആണ് നമ്മൾ, അല്ലേ? നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിം കുറച്ച് പൈസ എല്ലാവരുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം കൂടി ഇട്ടിട്ട് ഷോർട്ട് ഫിലിം എടുക്കുന്നു. അത് കണ്ടിട്ട് നമ്മൾ കുറച്ച് ഓക്കെ, ഞാൻ എൻ്റെ കഴിവുകളെ ഞാൻ അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ആത്മനിർവൃതി, അത് ഓൺ ഹാപ്പിനെസ് മേക്കിംഗ് ആണ്. നമ്മളിൽ തന്നെ ഒരു ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കിയാലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാവും. ഇവിടെ അതല്ല, ഇവിടെ ആ ലെവൽ കഴിഞ്ഞു. നമ്മൾ പ്രൂവൺ ആണ്. നമ്മൾ OTT-യിലേക്ക് വന്നു. കാരണം ഒരു വലിയ കടമ്പയാണ് OTT പ്ലാറ്റ്ഫോമിൽ എൻ്റെ 2 മണിക്കൂറിന് താഴെ ഉള്ള ഒരു സിനിമ എത്തിച്ചു കഴിഞ്ഞു. അതൊരു വലിയ സ്ക്രീനിലെല്ലാം കാണിച്ചു. അത് ഇത്രയധികം വ്യൂവേഴ്സായി റീച്ചായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണോ? നിങ്ങളുടെ സാമ്പത്തികം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ തയ്യാറുണ്ടോ? ജിജീഷിനെ പോലുള്ള ഒരാൾ, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ജിജീഷിനെ പോലുള്ള ഒരാൾക്ക് പറ്റും. ആ സിനിമ പ്രൂവൺ ആണ്, ഗ്യാരണ്ടീഡ് റിട്ടേൺ വരെ ലഭിക്കും എന്ന് തന്നെയാണ് ജിജീഷിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഓക്കെ ഇനിയൊരു സിനിമ ചെയ്യണം, ഇവിടെ ഉണ്ട്, എനിക്ക് സമയം കഴിഞ്ഞു പോയോ, ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇത്ര എൻ്റെ ജീവിതത്തിൽ ഇത്രയും തിരക്കുകളാണ്, ഇനി സാധിക്കത്തില്ല, മറന്നേക്കാം, അങ്ങനെ വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും വിചാരമുള്ള ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും നേരിട്ട് എന്നെ തന്നെ വന്ന് സമീപിക്കാവുന്നതാണ്, എൻ്റെ അടുത്ത് വരാവുന്നതാണ്. അപ്പം ജിജേഷിൻ്റെ സിനിമ ഞാൻ ലിങ്ക് ഇടാം, അതൊന്ന് കാണുക എല്ലാവരും. അതൊക്കെ അപ്പുറത്ത് ഈ ജിജേഷിനെ ഈ സിനിമ, ഈ പാഷൻ, ഈ എഴുത്തുകളിനൊക്കെ അപ്പുറത്ത് പുസ്തകം പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞല്ലോ. ആമസോണിലാണോ ചെയ്തത്? എന്തായിരുന്നു? അതൊരു ഡാർക്ക് ഫാന്റസി, ഇംഗ്ലീഷാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അത് എന്താ പറയാ, ദ റീഇൻകാർണേഷൻ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ദ ഡാർക്ക് ഐഡന്റിറ്റീസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് ഡാർക്ക് ഐഡന്റിറ്റീസ് നമ്മുടെ ഉണ്ട്. അതെ, അതിനകത്ത് ആക്ച്വലി എൻ്റെ എന്താ പറയുക, സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇൻഫാക്ട് കാരണം നമ്മൾ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ് ഞാൻ. തീർച്ചയായിട്ടും. അപ്പൊ അത് വായിക്കേണ്ട പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഷെയർ ചെയ്യാൻ, നമുക്കും ഷെയർ ചെയ്യുക. നമ്മളത് എല്ലാം നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ബയോയിലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഹൗ ഈസ് യുവർ സോഷ്യൽ ലൈഫ് ഓവർ ഹിയർ? വേറെ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റികളിലോ ഏതെങ്കിലും തരത്തിലുള്ള അതിൽ ഇൻവോൾവ് ആണോ? അതോ കുറച്ച് പിന്നെ ഇൻട്രോവേർട്ടായിട്ട് നിങ്ങൾ തൻ്റെ കലയും തൻ്റെ സിനിമകളും എഴുത്തും ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്ന ഒരാളാണോ? അങ്ങനെ ഒരാളാണ് ഞാൻ. ആക്ച്വലി ഒരുപാട് സോഷ്യലൈസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഇപ്പോഴാണ് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമും അതൊക്കെ തുടങ്ങിയിട്ട് തന്നെ ഞാനിപ്പോൾ ഈ സിനിമ തുടങ്ങിയതിൻ്റെ ഒപ്പമാണ് അത് തുടങ്ങിയത് ആക്ച്വലി. അപ്പോൾ എന്നാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയടാ, നീ ഇത് സോഷ്യൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് ദെയർ ഓൺ ദ സോഷ്യൽ മീഡിയ യു ആർ നോട്ട് എക്സിസ്റ്റിംഗ് അറ്റ് ഓൾ എന്ന രീതിയിലാണ് ഒരു മനുഷ്യനില്ല. അപ്പം എന്നോട് പറഞ്ഞു ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി ദെയർ എന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ ശേഷമാണ് ഞാൻ തുടങ്ങിയത് തന്നെ ആക്ച്വലി. പിന്നെ ഇങ്ങനെ വലിയ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും ഇങ്ങനെ ഇച്ചിരി മടിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പക്ഷേ ഇപ്പം മെല്ലെ ഇൻട്രാക്ഷൻസ് നിങ്ങളുടെ ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവെ ആ സൈബർ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ അത്തരത്തിൽ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാളായിരിക്കും. അപ്പം ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും. കുറച്ചൊക്കെ നമ്മള് ഡിസ്ക്ലോഷേഴ്സ് വളരെ കുറവാണ്. നമുക്ക് മിതത്വമായ ഒരു ജീവിതശൈലി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പിന്നെ ഞാന് താങ്കള് ആലപ്പുഴ നമ്മുടെ എന്താ പറയുന്നത്, പച്ചപ്പിന്റെയും നമ്മുടെ തോണിയുടെയും വെള്ളത്തിന്റെയും കുട്ടനാടിന്റെ ഓളപ്പരപ്പിൽ ജീവിച്ച ഒരാളാണ് അല്ലേ? ആലപ്പുഴ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. ആലപ്പുഴ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ ഒരു 10-15 മിനിറ്റുള്ള വീട്ടിൽ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളില്ലേ? പിന്നെ അച്ഛൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൈനകരിയാണ്. അപ്പോൾ ഞങ്ങൾ അവധിക്കാലത്തൊക്കെ അവിടെയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അവിടെ വീടിന് നമ്മളിവിടെ കൊയ്ത്തൊക്കെ നടത്തുന്നു. അപ്പോൾ അവർ കറ്റ മെതിക്കുന്നതും അതൊക്കെ കണ്ട് വളർന്നാണ്. ഞാനും പോയി കറ്റ മെതിക്കാനൊക്കെ പോകുമായിരുന്നു. കറ്റ മെതിക്കാൻ പോവുക, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മൾ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊരു സിനിമ ചെയ്യണം? ഡെഫിനറ്റ്ലി ഉണ്ട്. അതെല്ലാം ആക്ച്വലി ഉണ്ടെന്നാലും അത് എഴുതുകയും ചെയ്യും ഞാൻ 100%. കാരണം നമ്മളെപ്പോഴും അലട്ടുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളിലേക്ക്, നമ്മുടെ സിരകളിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് ചില കഥാപാത്രങ്ങളുണ്ടാകും നാട്ടിലെ, അല്ലേ? നാട്ടിലെ ഏതെങ്കിലും ചെറിയൊരു ചായക്കടയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊയ്യാൻ വന്നവരോ അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശത്തെ ആളുകളോ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ആളുകളുണ്ട്. അവരൊക്കെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി മാറിയിട്ടുണ്ടെങ്കിലും ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലും അതൊക്കെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ചില ചിന്തകളുണ്ട്. ഇപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബ വീടിൻ്റെ അവിടെ പോകാറുണ്ട്, കൈനകരി ഭാഗത്തൊക്കെ. ഇപ്പോഴും എന്താ വരമ്പ് ഇങ്ങനെ ചെളി വരമ്പ് വെച്ചുള്ള സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ കുടുംബ വീടെന്ന് പറഞ്ഞത് ഒരു അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു വരമ്പുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെയാണ്. പിന്നെ ചുറ്റും പാടം, അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വീട്, കുടുംബ വീടുള്ളത്. അതിപ്പോഴും ഉണ്ട് അവിടെ, വീട് അവിടെ തന്നെ ഉണ്ട്. വേറെ ആളാണ് താമസിക്കുന്നതെങ്കിലും. എന്തായാലും വളരെ മനോഹരമായ കേരളത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആള്. അതിനു മുമ്പ് അച്ഛൻ്റെ ജോലിയും ഒക്കെ ആയിട്ട് ലക്ഷദ്വീപിലായിരുന്നു താമസം, അല്ലേ? ലക്ഷദ്വീപ് എങ്ങനെയാണ്? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല.
എങ്ങനെയായിരുന്നു അവിടുത്തെ താമസവും അവിടുത്തെ പഠനവും അവിടുത്തെ ഭാഷയും അവിടുത്തെ ആളുകളൊക്കെ പെട്ടെന്ന് പറയാം? ലക്ഷദ്വീപിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എന്താ കേരളം അല്ലാതെ മലയാളം സംസാരിക്കുന്ന മലയാളം പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം ലക്ഷദ്വീപാണ് ഇന്ത്യയിൽ. അപ്പം അവിടെ എന്താ പറയാ ഇപ്പൊ അവിടുത്തെ ടൂറിസംസ് ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ്. മലയാളമാണ് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ മലയാളം സംസാരിക്കും. എല്ലാവരും മലയാളം സംസാരിക്കും. നമ്മളോട് ആ നാട്ടുകാർ മലയാളം സംസാരിക്കുന്നത് ആക്ച്വലി നമ്മളെ കാണുമ്പോൾ. അവിടുത്തെ ഭാഷ എന്താ? ജസരി. ആ അച്ഛനവിടെ എന്താ 10 ഐലൻഡുകളുണ്ട്. അച്ഛനവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 7-8 ഐലൻഡുകളിൽ ട്രാൻസ്ഫർ ആയി ഗവൺമെന്റ് സർവീസിൽ. അതെ പോലീസിലായിരുന്നു, ലക്ഷദ്വീപ് പോലീസിലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കേരളത്തിൻ്റെതായ സാരി, നമ്മുടെ വസ്ത്രം, ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ട്, നമുക്ക് മുണ്ടും ഷർട്ടും. അങ്ങനെ ലക്ഷദ്വീപിന്റെ എന്താണ് അവിടെ ആളുകളുടെ ഒരു അവിടെ 100% മുസ്ലിംസ് ഉള്ള രാജ്യമാണ്. സ്ഥലമാണ്. യൂണിയൻ ടെറിട്ടറിയാണ് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള. അപ്പം അവിടെ മുണ്ടാണ്. നമ്മൾ ആണുങ്ങൾ മുണ്ടും ഷർട്ടും ആണ്. ഞാൻ അവിടെ ഉള്ള കാലത്തുള്ള കാര്യം കേട്ടോ പറയുന്നത്. മുണ്ടും ഷർട്ടും നമ്മളെ പോലെ തന്നെ സെയിം, നമ്മുടെ സെയിം തന്നെയാണ്. അവിടെ സ്ത്രീകളും എന്താ പറയുക സാധാരണ ഡ്രസ്സുകളൊക്കെ തന്നെ. നമ്മുടെ കേരളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ വേണേൽ പറയാം. മീനാണ് കൂടുതൽ അല്ലേ അവിടെ കഴിച്ചത്ര മീൻ ജീവിതത്തിൽ ഇതുവരെ പിന്നെ കഴിച്ചില്ല. മീനും ചോറും സാധാരണ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ. അതെ, അവിടെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. കാരണം പോകണം എന്തായാലും. കാരണം ഇത്രയും ഭംഗിയുള്ള ലഗൂണുകളുള്ള ഒരു സ്ഥലമില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. അവിടെ ചില സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടോ അവിടെ പോകുന്നതുകൊണ്ട്? നമുക്ക് അവിടെ പോയി താമസിക്കാനോ ഹോട്ടലിൽ താമസിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല. ഇപ്പോഴാണെങ്കിൽ പെർമിറ്റുകൾ വളരെ ഈസി ആയിട്ട് കൊടുക്കുന്നു ഞാൻ കേട്ടത് ആക്ച്വലി. പണ്ട് അവിടെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ വേണമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പെർമിറ്റുകളാക്കി മാറ്റി. ഇപ്പൊ ഈസി ആക്കി മാറ്റി. ഭയങ്കര ഈസി. എക്സ്പെൻസീവ് ഒന്നും അല്ല, എക്സ്പെൻസീവ് അല്ല. പിന്നെ എന്താ പറയുക, ഡ്രൈ ലാൻഡാണ്. പിന്നെ നമുക്ക് ആക്ച്വലി നമ്മൾ ഒരു ഡിസ്കണക്ട് ചെയ്തിട്ട് അവിടെ പോയി റിഫ്രഷ് ആയി വരാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി, അവിടെ വളർന്ന ആളെന്ന രീതിയിൽ. പിന്നെ അവിടെയുള്ള നാട്ടുകാർക്ക് നമ്മൾ 1-2 സിനിമകളിലൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച്. അവർക്ക് ഭയങ്കര നമ്മളെ വലിയ കാര്യമാണ്. അച്ഛനെയൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും. പിന്നെ നമ്മളെയും വലിയ കാര്യമാണ് അവിടെയുള്ള എല്ലാവർക്കും, ലക്ഷദ്വീപുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും അവിടുത്തെ ഓർമ്മകൾ എനിക്ക് ഒരുപാടുണ്ട് അവിടെ. കാരണം സ്കൂൾ ഓർമ്മകളൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും അവിടെ ഒന്ന് പോകണം, പഴയ എന്താ ടീച്ചർമാർ ആരെങ്കിലും ഒന്ന് കാണണം, സംസാരിക്കണം, അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കണം. പക്ഷേ ഇനി പോകണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ സംസാരിക്കുന്നത് വലിയ നമ്മളെ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളായിരിക്കാം. ജീവിതത്തിലൊരു മനുഷ്യൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, എക്കോസ് ഓഫ് എക്സൈൽ, പ്രവാസത്തിൻ്റെ പ്രതിധ്വനികളാണ്. പ്രവാസ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ വന്നു. അവിടെ ആ ജോലിയും ആ ജോലിഭാരമൊക്കെ കഴിഞ്ഞിട്ട്, ആ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇനി പുതിയ ഒരു പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് എഴുതി ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അത് ഇവിടെ തന്നെ ചെയ്യാനാണോ പരിപാടി, അതോ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേഖലകളിൽ എന്താണ് നമ്മൾ കുറച്ചുകൂടെ വൈഡൻ ചെയ്യുകയെന്നുള്ളതാണല്ലോ? അതെ. അപ്പോൾ അത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന സിനിമ ഞാൻ നാട്ടിലുള്ള കുറച്ച് സെലിബ്രിറ്റികളോട് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുറേ പേര് എഗ്രി ചെയ്തിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇനി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞത് ഇവിടെ ഉള്ളവരും ഉണ്ടാകും, അവർക്കൊപ്പം നാട്ടിലുള്ള എന്താ പറയുക നോൺ ഫേസസ് ആയിട്ടുള്ള സെലിബ്രിറ്റികളും ഉണ്ടാകും. നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നവർ നോക്കിയോളൂ. അടുത്ത പിന്നെ സംവിധായകനാണ്, ഫിലിം മേക്കറാണ്. സംവിധായകൻ മാത്രമല്ല, തിരക്കഥ, സംഭാഷണം, സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഈ അടുത്ത പ്രോജക്റ്റിലും ഈ കലേഷ് ഉണ്ടാവുമോ കൂടെ? പിന്നെ നമ്മൾക്ക് ഒപ്പം എൻ്റെ ഒപ്പം സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയ ഒരാളാണ് പുള്ളിക്കാരനും. ഈ മേഖലയിലേക്ക് കാല് വെച്ച ഒരാളാണ്. എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന കലേഷും. അപ്പം ഡെഫിനറ്റ്ലി അവൻ തന്നെ ആയിരിക്കും എൻ്റെ കൂടെ ഉണ്ടാകുന്നത്, എൻ്റെ ജേണിയിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും. ഇനി വരും സമയത്ത് ഒരുപക്ഷെ കുറച്ച് വലിയ തരത്തിലുള്ള എന്താ പറയുക, നമ്മൾ എന്താ പറയുക ടെക്നിക്കലി കൂടുതൽ ഹൈടെക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ AI ഫിലിം മേക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള AI ഇതിനകത്ത് ഓൾറെഡി ഇൻവോൾവ് ആകുന്നുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ ആളുകളെയും പഴയ മറക്കത്തില്ല. അതെ, അവരെയും കൈ പിടിച്ച് അവർക്കൊപ്പമാണ് നമ്മൾ പോകാൻ പോകുന്നത് ആക്ച്വലി. ഏതായാലും വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു അതായത് 40 നമ്മൾ പറയത്തില്ല, പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് പറയും, 40-45 ഡിഗ്രി സെൽഷ്യസിൽ സൂര്യന് തൊട്ട് താഴെ മണ്ണിനോടും ഇരുമ്പിനോടും ഒക്കെ മല്ലടിക്കുന്ന ഒരു ശരാശരി പ്രവാസിയുടെ നെറ്റിയിൽ നിന്നും ഉതിർന്നു വീഴുന്ന വിയർപ്പ് തുള്ളികളാണ് ശരിയായ പ്രവാസ സാഹിത്യം എന്ന് പറയും.
അതാണ് ശരിയായ പ്രവാസ സാഹിത്യം. കാരണം അതൊരു വലിയ സാഹിത്യമാണ്. നമ്മൾ ഈ പറയുന്ന ഈ ചൂടിൽ ഇത് നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ റൂമിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തു, എന്തൊരു ചൂടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൂര്യൻ്റെ തൊട്ട് താഴെ അവർക്കൊരു കഥയുണ്ട്. അവർ വീട്ടിൽ വന്നിട്ട് അവരുടെ ക്യൂബിക്കിൽ ആ ബെഡിൽ കയറി കിടന്നുണ്ട് ഇയർഫോണും എടുത്തു വെച്ചിട്ട് അവർ നാട്ടിലേക്ക് വിളിക്കുന്നതും അവർ കാണുന്ന സ്വപ്നങ്ങളും അവർ പോകുന്ന ലീവും ഒക്കെ ആയിട്ട് അതൊക്കെ മനസ്സിലാക്കിയ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് വീണ്ടും ഒരുപാട് ഉയരങ്ങൾ പിന്നെ എത്തട്ടെ. പുതിയ പ്രോജക്റ്റിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ കൂടെ സഞ്ചരിച്ച സ്ട്രഗിൾ ചെയ്ത എല്ലാവരെയും കൂടെ നിർത്തുമെന്നുള്ള ഉറപ്പോടുകൂടി ആ ഉറപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്.